ആരോഗ്യവകുപ്പിൽ ധൂർത്തും കെടുകാര്യസ്ഥതയുമെന്ന ആരോപണം ശക്തം. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് ഭരിക്കുന്നതെന്ന് ഗുരുതര ആക്ഷേപം. വകുപ്പിലെ വീഴ്ചകൾക്കെതിരെ മന്ത്രിക്ക് പരാതി നൽകി സർക്കാർ ഡോക്ടർമാർ. സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കാതെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശവുമായി UDF നേതൃത്വം. ആരോഗ്യവകുപ്പിലെ കെടുകാര്യസ്ഥതകൾ നിരന്തരം വാർത്തകളിൽ നിറയുന്നതിനിടയിൽ മന്ത്രി K. മുരളീധരനെതിരെ പ്രതിഷേധമുയർത്തി ഒരു വിഭാഗം ഡോക്ടർമാർ രംഗത്തെത്തി. വകുപ്പ് കാര്യങ്ങളിൽ പഠനം നടത്തി ക്രിയാത്മകമായി ഇടപെടാത്ത മന്ത്രി എല്ലാ ചുമതലയും തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഏൽപ്പിക്കുകയാണെന്നും അമിത അധികാരവാഴ്ചയും ജീവനക്കാരോട് അവഹേളന സമീപനവുമാണ് സെക്രട്ടറി നടത്തുന്നതെന്ന ആക്ഷേപമാണ് ഈ ഡോക്ടർമാർ ഉയർത്തുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ സുനിൽ അധികാരധാർഷ്ട്യത്തോടെയാണ് ജീവനക്കാരോട് പെരുമാറുന്നതെന്നാണ് ഇവരുടെ ആരോപണം. പവർ കട്ട് കഴിഞ്ഞിട്ട് പോരെ സർജറികൾ എന്ന വിധത്തിൽ മന്ത്രി നടത്തിയ വിവാദ പരാമർശങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റുകൾ കെട്ടടങ്ങും മുൻപെയാണ് പുതിയ വിവാദങ്ങളും ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നത്. പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സർക്കാരിന്റെ ക്രിയാത്മക നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകും. എന്നാൽ ആരോഗ്യ പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിലുള്ള അനാരോഗ്യകരമായ ഇടപെടലുകളെ ശക്തമായി എതിർക്കുമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോഗ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി. ഉന്നത ഉദ്യോഗസ്ഥർ ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സന്ദർശനത്തിനിടയിൽ സ്ഥാപനത്തിലെ സീനിയർ ലേഡി സിവിൽ സർജനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ KGMOA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 9 മണിക്കാണ് ആരംഭിക്കേണ്ടതെന്നിരിക്കെ രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചില്ലെന്നാരോപിച്ച് വർഷങ്ങളുടെ സേവന പരിചയമുള്ള വനിതാ മെഡിക്കൽ ഓഫീസറെ പൊതുവേദിയിൽ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്നാണ് പരാതി. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക പരിശോധന നടത്താനോ അവിടുത്തെ ഭരണപരമായ സംവിധാനങ്ങളിൽ നേരിട്ട് ഇടപെടാനോ നിയമപരമായ അധികാരമില്ല. ഇത്തരം സന്ദർശനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും അന്തസ്സും ഭരണക്രമവും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന് KGMOA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. എല്ലാ വിധത്തിലുമുള്ള മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വ്യാപകമായി സ്ഥലം മാറ്റുന്നതെന്ന പരാതിയും ശക്തമായി ഉയരുന്നുണ്ട്. വൻ തുകകൾ വാങ്ങി ട്രാൻസ്ഫർ ഒപ്പിച്ചു നൽകുന്ന ലോബികൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തമ്പടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. ഇടത് സംഘടനകളിൽപ്പെട്ടവരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയാണെന്ന പരാതിയും ഉദ്യോഗസ്ഥർക്കുണ്ട്. അനർഹമായ സ്ഥലം മാറ്റത്തിനെതിരെ പല ഉദ്യോഗസ്ഥരും കോടതിയെ സമീപിച്ച് സ്റ്റേയും വാങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകേണ്ട ആരോഗ്യവകുപ്പിലാണ് ഈ വിധത്തിൽ പരസ്യ പോർവിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വകുപ്പ് മേധാവികൾക്കെതിരെ ഡോക്ടർമാർ തന്നെ രംഗത്തെത്തിയതിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ അതിവേഗത്തിൽ രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് UDF നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്.